വിശ്വസ്തരായ ദൈവജനത്തിൻ്റെ മാതാവ് എന്ന പ്രയോഗം സഭയിൽ മറിയത്തിനുള്ള ശരിയായ സ്ഥാനത്തെ വ്യക്തമാക്കുന്നതിൽ അനിവാര്യമാണ്. ഏതാനും മരിയൻ നാമങ്ങൾ രക്ഷകനും മധ്യസ്ഥനുമായ ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തെ വികലമാക്കിയേക്കാം എന്ന ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിനും ഈ സംജ്ഞ അത്യന്താപേക്ഷിതമാകുന്നു. ഫിദലിസ് എന്ന വാക്ക് വിശ്വസ്തതയെയും പൂർണ്ണമായ ആശ്രയബോധത്തെയും സൂചിപ്പിക്കുന്നു. കൃപയുടെ വഴിത്താരയിൽ ഈ ഗുണത്തിൻ്റെ പൂർണ്ണ മാതൃകയായി മറിയത്തെ കാണുന്നതിലൂടെ ഈ നാമം മറിയത്തിൻ്റെ പ്രത്യേകമായ ധർമ്മത്തെ വ്യക്തമാക്കുന്നു. കൃപയിൽ സഞ്ചരിക്കുവാൻ അവൾ എടുത്ത ചുവടുകൾ, രക്ഷയെക്കുറിച്ച് ഗബ്രിയേലിൻ്റെ അറിയിപ്പ്, യേശുവിൻ്റെ ശുശ്രൂഷകളിലുള്ള മാതാവിൻ്റെ അനുഗമനം, കുരിശിൻ്റെ മുമ്പിലെ സമർപ്പണം, ശിഷ്യരെ ഒരുമിച്ച് ചേർത്ത് പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്, അങ്ങനെ മാതാവിൻ്റെ ജീവിതം മുഴുവനും ദൈവഹിതത്തോടുള്ള സ്വതന്ത്രവും നിരന്തരവുമായ സഹകരണത്താൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നു. ദിവ്യ പദ്ധതിയിലെ പൂർണ്ണമായ മനുഷ്യ പങ്കാളിത്തമാണ് അവൾ സ്വന്തം ജീവിതത്തിലൂടെ നമുക്കായി മാതൃകയാക്കി നൽകിയത്. തന്മൂലം ക്രിസ്തുവിന് ജന്മം നൽകുന്നതിനോടൊപ്പം എല്ലാ മാനവരാശിക്കും വേണ്ടി കൃപയുടെ യോഗ്യമായ പാത്രമായി നിലകൊള്ളുകയും ചെയ്തവളായി സഭ അവളെ കാണുന്നു. അങ്ങനെ മറിയം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ യോഗ്യമായ അംഗമായി നിലനിൽക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ കൃപയിൽ പങ്കുചേരുന്ന എല്ലാ അംഗങ്ങളിലേക്കും അവളുടെ അതുല്യമായ മാതൃത്വം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ കൃപയോട് സഹകരിച്ച് സന്മനോഭാവത്തിലും സമാധാനത്തിലും വർത്തിക്കുന്ന ഏതൊരാളും ദേശത്തിൻ്റെയോ ഭാഷയുടെയോ മതത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ ദൈവജനത്തിൻ്റെ വിശ്വസ്തത ജീവിക്കുകയും ചെയ്യുന്നു. മറിയത്തിന് മനുഷ്യരുമായുള്ള ബന്ധം അവളുടെ വ്യക്തിപരമായ ശക്തിയാലല്ല, കൃപയാലാണ്. മാതാവിനോടുള്ള ഭക്തിയുടെ ഫലങ്ങൾക്ക് യാന്ത്രികമായ ഒരു ധർമ്മമല്ല ഉള്ളത്. മറിയം നമ്മെ സഹായിക്കുന്നത് മാതൃസഹായത്തിലൂടെയും മധ്യസ്ഥതയിലൂടെയുമാണ്. ഇത് പൂർണ്ണമായും ദൈവകൃപയിൽ നിന്നും ക്രിസ്തുവിൻ്റെ അമ്മ എന്ന നിലയിൽ അവൾക്ക് ലഭിച്ച അതുല്യമായ സ്ഥാനത്തു നിന്നും ഒഴുകിയെത്തുന്നു. സഹരക്ഷക എന്ന പ്രയോഗം പലരും ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും പല കാരണങ്ങളാൽ ക്രിസ്തു രക്ഷയുടെ ഏക ഉറവിടമെന്ന സത്യത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഫലത്തിലേക്ക് നയിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയുള്ള ബലിയെ പൂർത്തിയാക്കുവാൻ മറിയത്തിൻ്റെ പങ്ക് തീർത്തും അനിവാര്യമായിരുന്നെന്ന രീതിയിൽ ഇതിനെ അതിശയോക്തിപരമായി ചിത്രീകരിക്കുമ്പോൾ അത് ഗുരുതരമായ വൈകല്യം സൃഷ്ടിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തി പൂർണ്ണവും ചേർക്കപ്പെടേണ്ടതായി ഒന്നും ആവശ്യമില്ലാത്തതുമായതിനാൽ അത്തരം ഭാഷ സ്വീകരിക്കുന്നത് മറിയത്തെ കൃപ സ്വീകരിക്കുന്ന ഒരാളുടെ സ്ഥാനത്തു നിന്നും ക്രിസ്തുവിന് സമാനമായി കൃപാസ്രോതസ്സാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ഇത് എല്ലാം അവനിൽ നിന്നാകുന്നു എന്ന സത്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. രക്ഷാകര കർമ്മത്തിലുള്ള മറിയത്തിൻ്റെ പങ്ക് മുഴുവനായും ക്രിസ്തുവിനെ ആശ്രയിച്ചുള്ളതും അവിടുത്തെ കൃപയിൽ നിന്നും ഉരുത്തിരിഞ്ഞതുമാണ്. കൃപ നൽകുവാൻ മാതാവിന് സ്വന്തമായ ശക്തിയില്ല. രക്ഷയുടെ പൂർത്തീകരണം ക്രിസ്തുവിലാണ്. മാതാവിന് ക്രിസ്തുവിനോടൊപ്പം തുല്യത നൽകാനാവില്ല. മറിയത്തിൻ്റെ സഹകരണം ക്രിസ്തു മനുഷ്യർക്കു വേണ്ടി നൽകിയ രക്ഷയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. അതില്ലാതെ മാതാവിൻ്റെ സഹകരണം അസാധ്യവുമാണ്. മാതാവിൻ്റെ ഇടപെടലുകൾ ക്രിസ്തുവിൻ്റെ യാഗത്തെ അനിവാര്യമാക്കുകയോ പൂർണ്ണത വരുത്തുകയോ ചെയ്യുന്നില്ല. എന്തെന്നാൽ ആ യാഗം തന്നിൽ തന്നെ തികഞ്ഞും മതിയായതായിരുന്നു. മാതാവിൻ്റെ ഇടപെടലുകൾ കൃപയെ ജനിപ്പിക്കുന്നവയല്ല. ദൈവത്തെ നിർബന്ധിതനാക്കാനാവില്ല. ദൈവജനത്തിൻ്റെ അമ്മയെന്ന നിലയിൽ മാതാവ് തൻ്റെ പുത്രൻ്റെ യോഗ്യതകളിൽ നിന്ന് നമുക്കായി കൃപ സ്വീകരിക്കുന്നു. ക്രിസ്തുവിലല്ലാതെ കൃപയിൽ മറ്റൊരു മധ്യസ്ഥതയും ഇല്ലാത്തതിനാലാണ് മധ്യസ്ഥ മീഡിയാട്രിക്സ് എന്ന പ്രയോഗം പ്രശ്നകരമായി കരുതുന്നത്. ദൈവവും മനുഷ്യനും എന്ന നിലയിലാണ് ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏകമധ്യസ്ഥനായത്. മറിയത്തിൻ്റെ പങ്ക് സഹകരണം, മാതൃസഹായം, നിരവധിയായ അനുഗ്രഹങ്ങൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനാ സഹായം എന്നീ സംജ്ഞകളാൽ വിശദീകരിക്കുന്നതാണ് ഉചിതം. മധ്യസ്ഥ എന്ന പദം ക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥതയെ നിരാകരിക്കുന്നില്ലെങ്കിലും അവൾ ക്രിസ്തുവിൻ്റെ ഏക പ്രവൃത്തിയിൽ പങ്കുചേരുന്ന ഒരു മാധ്യമം മാത്രമാണെന്നും വ്യക്തമായി നിർവചിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ അതുല്യമായ സ്ഥാനത്തെ ചെറുതാക്കിയേക്കാം. ക്രിസ്തുരായ ദൈവജനത്തിൻ്റെ മാതാവ് എന്ന മാർഗരേഖയുടെ അനിവാര്യതയ്ക്ക് കാരണം മറിയത്തിൻ്റെ ശക്തികളെയും സ്ഥാനത്തെയും അതിശയോക്തിപരമായി അവതരിപ്പിച്ച് ദൈവതുല്യമാക്കുവാനുള്ള പ്രവണത ആഗോളതലത്തിൽ തന്നെ ദൈവശാസ്ത്രപരമായ ഒരു വൈകല്യമായി വ്യാപിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ചില സാഹചര്യങ്ങളിൽ അത് വ്യാഖ്യാനങ്ങളിലാണെങ്കിൽ കൂടുതലും അത് ഭക്തിരൂപങ്ങളിലാണ് പ്രകടമായുള്ളത്. മരിയ ഭക്തിയുടെ പേരിലുള്ള ചില ആചാരങ്ങൾ വഴി രക്ഷ
ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളോടുള്ള വ്യക്തിപരമായ പ്രതിബദ്ധതയെ അപ്രധാനമാക്കി ഏതെങ്കിലും പ്രത്യേക മരിയൻ ആചാരത്തിലൂടെയോ ഭക്തിയിലൂടെയോ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് മാനവിക സ്ഥിതിയെ സംബന്ധിച്ച ഒരു വൈകല്യമായി ഈ മാർഗരേഖ കാണുന്നു. ഏതെങ്കിലും മരിയൻ രൂപങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അത്ഭുതവാദങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവാകുമ്പോൾ അത് ക്രിസ്തീയ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുകയും അവതരിച്ച പുത്രൻ്റെ കേന്ദ്രീകൃത സ്ഥാനത്തെ മറയ്ക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിജ്ഞാനീയപരമായ വൈകല്യമാണത്. സഭയുടെ ഐക്യത്തിലും കൂദാശ ജീവിതത്തിലുമുപരി മറിയത്തോടുള്ള ഭക്തി ക്രിസ്തീയ താദാത്മ്യതയുടെ പ്രാഥമിക അടയാളമായി മാറ്റപ്പെടുമ്പോൾ അതൊരു സഭാപരമായ വൈകല്യവുമാണ്. മേൽപ്പറഞ്ഞ പശ്ചാത്തലങ്ങളിലൊക്കെയും പ്രത്യക്ഷത്തിൽ ദിവ്യകാരുണ്യ ഭക്തിയും ആരാധനകളും സുവിശേഷ പ്രഘോഷണങ്ങളും ഉണ്ടായിരിക്കാം. തങ്ങൾക്ക് ഒരു അപഭ്രംശവും സംഭവിച്ചിട്ടില്ലെന്ന വാദവും അവർ ഉന്നയിച്ചേക്കാം. എങ്കിലും ഭക്തികളോ ആചാരങ്ങളോ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ സിദ്ധാന്തപരമോ ഭക്തിപരമോ ആയ അതിരുവിട്ട നിലകളിലേക്ക് തള്ളിവിടപ്പെടുകയോ ചെയ്യുമ്പോൾ തുലിതാവസ്ഥകൾ സൃഷ്ടിക്കുന്നുണ്ട്. മരിയഭക്തി ആഗ്രഹപ്രാപ്തിക്കായുള്ള ഒരു എളുപ്പവഴിയല്ല. മരിയഭക്തി മാതാവിനോടൊപ്പം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ്. അതിന് സഹായിക്കേണ്ട പ്രാർത്ഥനാ ധ്യാനമാണ് ജപമാല. എന്നാൽ ജപമാലയുടെ ശക്തി, അതും 7 തവണയും 1000 തവണയും ചൊല്ലിയാലുള്ള ഫലം, നന്മ നിറഞ്ഞ മറിയം, എത്രയും ദയുള്ള മാതാവെ തുടങ്ങിയ പ്രാർത്ഥനകൾ ആവർത്തിക്കുന്നതിൻ്റെയും എഴുതുന്നതിൻ്റെയും പ്രത്യേക ശക്തി, കൊന്ത കെട്ടുന്നത് കൊണ്ടുള്ള പ്രത്യേക ശക്തി തുടങ്ങിയ ഭാഷ ഭക്തിയുടെ യാന്ത്രികതയാണ്. ഭക്തി യാന്ത്രികവൽക്കരിക്കപ്പെടുകയും മാന്ത്രികവൽക്കരിക്കപ്പെടുകയും കാര്യസാധ്യങ്ങൾക്കായുള്ള ഉപാധിയായി തീരുകയും ചെയ്യുമ്പോൾ അവ മരിയഭക്തി പോലുമല്ല. അത്തരം പ്രവണതകൾ ഭക്തിയുടെ നിറത്തിലുള്ള മനോരഞ്ജകമായ വൈകാരിക അഭ്യാസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് വിശ്വസ്തരായ ദൈവജനത്തിൻ്റെ അമ്മ എന്നതിൻ്റെ ലക്ഷ്യം മരിയൻ ഭക്തിയെ പരിമിതപ്പെടുത്തുകയല്ല, മറിച്ച് വചനത്തിലും പാരമ്പര്യത്തിലും ക്രിസ്തു രഹസ്യത്തിലും ഉറപ്പിച്ചുകൊണ്ട് മറിയത്തോടുള്ള സ്നേഹത്തെ നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ സമീപനം മറിയത്തിൻ്റെ സ്ഥാനം അതുല്യമായ എന്നാൽ എന്നും തുറവിയുള്ള വിശ്വസ്തതയുടെ പ്രത്യേക സ്ഥാനമായി നിലനിർത്തുന്നു.